പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ഇതിൽ ഒരംഗമായതുകൊണ്ട് അല്ലേ, അങ്ങനെയാണോ അതോ അല്ല, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്കും ചില കാര്യങ്ങൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ, പഴയ കാലത്തെന്ന് പറയുമ്പോൾ ഞങ്ങളിങ്ങനെ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യും. അടുപ്പ് കൂട്ടി ചർച്ച ചെയ്തതെന്ന് പറഞ്ഞാൽ അന്ന് മതിൽ ഗേറ്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും വേലിയൊക്കെയാണ്. അപ്പോൾ ആ വേലിയുടെ സൈഡിൽ ഇരുന്നു കൊണ്ട് ആ ചെല്ലമ്മേ നീ അറിഞ്ഞായിരുന്നോ, അല്ലെങ്കിൽ മീനാക്ഷിയെ നീ അറിഞ്ഞായിരുന്നോ, ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ എന്ന് പറയും. എല്ലാവരും അവരവർക്ക് ഓരോ കസേരയൊക്കെ കാണും. വലിയ വിഷയമാണെങ്കിൽ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യും. അതിന് അടുപ്പ് കൂട്ടി ചർച്ച എന്നൊക്കെയാണ് നമ്മൾ അന്ന് പറയുന്നത്. അന്നൊക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങൾ, നമ്മളെക്കാൾ മുതിർന്നവർ, നമ്മുടെയൊക്കെ രക്ഷകർത്താക്കളുടെ കാലത്ത്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്ക്, എന്നാലും ഒരു കാര്യം സത്യമാണ്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇതുപോലെ ഇത്രയും മോശമായിട്ട് സ്വന്തം നാടിൻ്റെ, നമ്മുടെ ജന്മനാടിൻ്റെ പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ച ആക്ഷേപം ഏറ്റുവാങ്ങി ഒരു പ്രധാനമന്ത്രി മോദിയെപ്പോലെ വേറൊരാൾ കാണത്തില്ല. മോദിജി ഭരണത്തിൽ കയറിയതിന് ശേഷം അദ്ദേഹത്തിനെ പറയാൻ ഇനി ഒന്നുമില്ല. ആക്ഷേപങ്ങളെന്ന് പറഞ്ഞാൽ ഭാരതമാതാക്കി എന്ന് പറഞ്ഞൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ല, ഇന്ത്യ മാതാക്കി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഭാരതത്തിൻ്റെ മക്കളായ നമ്മുടെ പ്രധാനമന്ത്രിയെ എങ്ങനെയൊക്കെ മോശമായി ചിത്രീകരിക്കാം, എങ്ങനെയൊക്കെ ആക്ഷേപിക്കാം. അദ്ദേഹം നടന്ന് ഈ രാജ്യങ്ങളിലെല്ലാം പരമോന്നത ബഹുമതി സ്വീകരിക്കുമ്പോഴും ആ രാജ്യക്കാർ അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോഴും നമുക്കൊന്നും മനസ്സിലാകുന്നേ ഇല്ല. നമ്മുടെ നാട്ടിലിരുന്നും കൊണ്ട് വളരെ മോശമായി, ഇത്രയും മോശമായിട്ട് ഒരു അന്യ രാജ്യക്കാർ പോലും മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ പറയുമെന്ന് എൻ്റെ അറിവ് ചെറുതാണ്, എനിക്ക് അറിവില്ല, എന്നാലും തോന്നിപ്പോവുകയാണ്. നമ്മുടെ ഇനിയിപ്പോൾ ഒരു മുഹമ്മദ് കോയ അല്ലെങ്കിൽ ഒരു സെബാസ്റ്റ്യൻ മുഖ്യമന്ത്രി ആയെന്ന് വെച്ചു, ഇങ്ങനെ കുത്തിയിരുന്നു കൊണ്ട് അവരെ ആക്ഷേപം പറയുന്നത് ശരിയാണ്? ഒരിക്കലും അത് ശരിയായ കാര്യമല്ല. പിന്നെ മലയാളികളെ സംബന്ധിച്ച് എന്താണെന്ന് അറിയില്ല, അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലേ. എന്തോ പണിയുണ്ട് സത്യം പറഞ്ഞാൽ. സന്തോഷ് ജോർജോൾ അങ്ങനെ പറഞ്ഞ പോലെ ഒരിക്കൽ സാറ് പറയുന്ന ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പണി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകണം, എന്നാലല്ലേ അവർ രക്ഷപ്പെടത്തുള്ളൂ. ഇപ്പോൾ ആയുധം കണ്ടെത്തി ആയുധം ഉണ്ടാക്കി പട്ടാളക്കാരുടെ കയ്യിൽ 1 കിലോ അരിയും കൊടുത്ത് യുദ്ധം ചെയ്യാൻ വിടാൻ പറ്റുമോ? ഇല്ല. ഞാനും ഒരു സാധാരണക്കാരിയായ നിത്യജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. എന്നാലും ഞാൻ പറയുകയാണ്, ഒരു പട്ടാളക്കാർ യുദ്ധത്തിന് അടുത്ത രാജ്യത്ത് യുദ്ധം ചെയ്യാൻ പോകണമെങ്കിൽ അവർ 10 കിലോ അരിയും കൈ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. അതിന് അവർക്ക് യുദ്ധസമാനമായ യുദ്ധത്തിന് വേണ്ടുന്ന സാധനങ്ങൾ വേണം, സാമഗ്രികൾ വേണം, യുദ്ധ ഉപകരണങ്ങൾ വേണം. ഈ പട്ടാളക്കാരെന്ന് പറയുന്നത് മനുഷ്യരാണ്, അല്ലാതെ കമ്പിയും സിമെൻറ്റും ഒന്നും വെച്ച് ഉണ്ടാക്കിയ സാധനങ്ങളൊന്നുമല്ല. അവർക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർ ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അല്ലാതെ ഈ പട്ടാളക്കാർ രാജ്യത്തിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്ന അവരെല്ലാവരും ഇങ്ങനെ എന്താ പറയുക, അത് അത്ഭുത ജീവികൾ വല്ലതും ആണോ? അല്ലല്ലോ. അവർക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ അതിന് വേണ്ടുന്ന സാധന സാമഗ്രികൾ അവരെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അവർക്കും അതൊരു ഹൃദയത്തിനൊരു ആത്മധൈര്യം എന്ന് പറയുന്ന സാധനം ഉണ്ടാകത്തുള്ളൂ. അതുണ്ടാക്കുന്നതിന് എന്തോ ചെയ്ത് ചന്ദ്രനിൽ പോയതിന് ദാരിദ്ര്യം മാറ്റിയിട്ടാണോ ചന്ദ്രനിൽ പോയത്? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുക, ഏത് ലോകത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്? നോട്ട് നിരോധിച്ചപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടും വന്നില്ല. കാര്യം എൻ്റെ ഒരു 500 രൂപ ഉണ്ടായിരുന്നെങ്കിൽ 500 ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. ഇനി 500 ഉണ്ടെങ്കിൽ എൻ്റെ രൂപ മാറി, എനിക്കൊരു ബുദ്ധിമുട്ടും വന്നില്ല. കോടിക്കണക്കിന് രൂപ പൂഴ്ത്തി വെച്ചവർക്കാണ് ബുദ്ധിമുട്ട് വന്നത്. അതാരാണ് പൂഴ്ത്തിയത്? രാജ്യദ്രോഹികളാണത് പൂഴ്ത്തി വെക്കുന്നത്, അല്ലാതെ രാജ്യത്തിന് നല്ലത് വരണമെന്ന് ചിന്തിക്കുന്നവർ പൂഴ്ത്തി വെക്കുക. ഈ റോഡ്, ഈ റെയിൽവേ സ്റ്റേഷനുകൾ, ഈ കണ്ട പണികൾ മുഴുവൻ ചെയ്യുന്നു. 10-65 വർഷം ഭരിച്ചവർക്ക് ചെയ്യാൻ കഴിയാതെ പോയത് ആരുടെ കുറ്റമാണ്? അവർ ചെയ്യാത്തത് ഇപ്പം ചെയ്യുന്നു. എന്നോടിപ്പോൾ വിളിച്ചിട്ട് പറയുക, ഷീല ഒരു 100 കോടി രൂപ തരണമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ടോ കൊടുക്കാൻ? കാശുള്ളവരുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരിക്കും ചിലപ്പോൾ അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ പോരെ, അത് തിരിച്ചു കൊടുക്കണ്ടേ?
തിരിച്ചു കൊടുക്കാനുള്ള വഴികൾ അതും കണ്ടെത്തി വെക്കണം. അത് കാലാകാലങ്ങളിൽ വരുന്ന ഇപ്പോൾ ഇത് ഒരു കരാറുണ്ടാക്കി കഴിഞ്ഞാൽ ആ കരാറുണ്ടാക്കുന്ന ആൾ ചിരഞ്ജീവിയൊന്നുമല്ല. ആ ആൾ ആജീവനാന്തം ഇരുന്ന് ആ കരാറ് കറക്റ്റ് ചെയ്യുക. പിന്നെ വരുന്ന ആളുകളാണത് കൃത്യമായി ചെയ്യേണ്ടത്. ഇന്ന കരാറ് എത്ര കാലത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇപ്പം മുല്ലപ്പെരിയാറിൽ സംഭവിച്ചത്. മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ടല്ലോ ഒരു മുഖ്യമന്ത്രി, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി. തമിഴ്നാടിനെ സേവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൻ്റെ ജനങ്ങളെ സേവ് ചെയ്യാൻ ശ്രമിക്കേണ്ടുന്നതും അതിനുവേണ്ടി റിസ്ക് എടുക്കേണ്ടതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അത് ചെയ്യണം. ചെയ്യാതെ അത് 99 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ രാജാവെന്നാണ്. രാജാവല്ല, ഒരു ദിവാൻജിയാണെന്നാണ്, അങ്ങനെ കണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് വരുന്ന ആൾക്കാർ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യണം. ചെയ്യാതെ തലമുറകളും പിന്നിട്ട് വർഷങ്ങളും പിന്നിട്ട് കഴിയുമ്പോഴും ആ കരാർ അവിടെ നിൽക്കുകയാണ്. ഇതൊക്കെ കാലാകാലങ്ങളിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന നേതാക്കന്മാർ ചെയ്യാത്ത കുഴപ്പങ്ങളാണ്. ഇപ്പോൾ ഒരാൾ ഊണും ഉറക്കവും ഇല്ലാതെ ആ മനുഷ്യൻ ലീവ് എടുത്തിട്ടേ ഇല്ല. പ്രസവിച്ച അമ്മ മരിച്ചപ്പോഴും ആ ദിവസം അദ്ദേഹം ലീവ് എടുത്തില്ല എന്നാണ് തോന്നുന്നു. അങ്ങനെ ഓടി നടന്ന് സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തടത്തും ചെല്ലുന്നത് ഓരോ കരാറുകൾ ഒപ്പിടാനും ഓരോ കാര്യങ്ങൾ സാധിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. കൂടുതൽ അറിവില്ലാത്തത് നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാര്യം എനിക്ക് കാണുന്നതിന് കേൾക്കുന്നതിന് മറുപടി പറഞ്ഞ് ശീലിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമ്മൾ കാണുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞു പോകും. പ്രധാനമന്ത്രിയെ കുറ്റം പറയാനാണ് ആളുകൾക്ക് താല്പര്യം. എൻ്റെ പ്രിയപ്പെട്ട 1-2 സുഹൃത്തുക്കൾ അദ്ദേഹത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മനസ്സിലിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്ന് രാവിലെ ഒരു പയ്യനെന്ന് തന്നെ പറയാം, ഒരു കൊച്ചു പയ്യൻ്റെ വീഡിയോ കണ്ടത് ഞാൻ. പ്രധാനമന്ത്രി ആക്ഷേപിക്കുകയാണ്. ഏതൊക്കെ രീതിയിലൊക്കെയാണ് ആക്ഷേപിക്കുന്നത്? നമ്മുടെ രാജ്യത്തിരുന്നുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ, അല്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി അല്ല ആക്ഷേപിക്കുന്നത്. അല്ലത് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളാരും ഇനി എന്നെ കൊല്ലാക്കൊല ചെയ്യണ്ട. കൊല്ലാക്കൊല ചെയ്യുന്നതിലൊന്നും എനിക്ക് വിഷമമില്ല. ഒറ്റയടിക്കാൻ കൊന്നേക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, വീണ്ടും കാണാം. നന്ദി.